ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുല് രൂപയുടെ കയ്യിൽ നിന്നും പണവും വാങ്ങിയിട്ട് പോവുകയാണ്. രൂപയോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ ഒഴിവാക്കിയതിന് ശേഷം എൻ്റെ മകളാകെ തകർന്നു പോകും, ആ സമയത്ത് നീ എൻ്റെ മകളെ സമാധാനിപ്പിക്കണം. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് എൻ്റെ മകളെയും കുഞ്ഞിനെയും നീ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അപ്പോൾ അവൾക്ക് അവിടെ ഒരു ആശ്വാസമാകും എന്നൊക്കെ ഇങ്ങനെ രാഹുൽ രൂപയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ രൂപ ഓക്കെ ശരി ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും രാഹുൽ ആ പണപ്പെട്ടിയുമായി പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ പുറകെയായിട്ട് മറ്റൊരു വണ്ടി വരികയാണ്. അങ്ങനെ ആ വണ്ടിയുടെ മുന്നിൽ കയറ്റി നിർത്തുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് രണ്ട് ഗുണ്ടകൾ ഇറങ്ങി വരികയും രാഹുലിന്റെ വണ്ടിയുടെ ഡോറ് തുറന്ന് അതിൽ നിന്ന് ആ പണപ്പെട്ടി എടുത്തു കൊണ്ടുപോവുകയും അപ്പോൾ രാഹുൽ പുറകെയായി ഓടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് താടാ, പ്ലീസ് കൊണ്ടുപോകലടാ, ഇങ്ങോട്ട് താടാ എന്നൊക്കെ രാഹുൽ ഇങ്ങനെ കെഞ്ചി നോക്കുമ്പോൾ കൊണ്ടുപോകരുതെന്നോ, ഇത്രയും നേരം കാത്തു നിന്നത് നിന്റെ ഈ പണപ്പെട്ടിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസ അവരവിടെ കൊണ്ടുപോവാണ്. അപ്പോൾ തടയാൻ ശ്രമിക്കുന്ന രാഹുലിന് നല്ല നാലിടിയും കൊടുക്കുന്നുണ്ട്. മുഖത്തൊക്കെ നല്ല അടയാളമൊക്കെ വരികയാണ്. രാഹുൽ പുറകെയായിട്ട് അവരുടെ കാറിന്റെ പുറകെയായി ഓടി നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, അവർ കാറും എടുത്ത് പോവുകയാണ്. അങ്ങനെ രാഹുൽ ആകെ തളർന്ന് തകർന്ന് തവിട് പൊടിയായി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ആ ഗുണ്ടകൾ വേഗം ചെല്ലുന്നത് കിരണിന്റെ അരികിലേക്കാണ്. കിരൺ ഒരിടത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും, കാർ അവിടെ സൈഡിൽ ഒതുക്കിയിട്ട്. എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പൈസ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല, സാറിനത് തരാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തരാനുള്ള പൈസ ചന്ദ്രസേനൻ സാർ തന്നിട്ടുണ്ട്. ചന്ദ്രസേനൻ സാറും ഞങ്ങളും തമ്മിൽ അത്രയും നല്ല അടുപ്പത്തിലാണ്, ഞങ്ങളങ്ങനെ സാറിനോട് പൈസയ്ക്ക് കണക്കൊന്നും പറയാറില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. അയാൾക്ക് 2 കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ. അപ്പോൾ ആ സമയത്ത് അധികമൊന്നും കൊടുത്തില്ല, എന്നാലും വേദനിപ്പിച്ച് വിട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ആ ഗുണ്ടകൾ രാഹുലിനെ പറ്റിയിട്ട്. അതിനുശേഷം പറയാണ്, എന്തായാലും സാർ ഈ പൈസ അവിടെ എടുത്തു വെച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഉടനെ ഓടിയെത്താം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പിന്നീട് രൂപയെ കാണിക്കുകയാണ്. അങ്ങനെ രൂപയുടെ അരികിലേക്കായിട്ട് കിരൺ എത്തുന്നുണ്ട്. അങ്ങനെ രൂപ ചോദിക്കുന്നുണ്ട്, എന്താ ഈ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പം അമ്മയുടെ പണം അമ്മ കൊടുത്ത 2 കോടി രൂപ അതെൻ്റെ കാറിലുണ്ട് എന്ന് പറയുകയാണ്. ആണോ എങ്കിൽ മോൻ തന്നെ അത് വെച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തിനാണ് അമ്മയുടെ പണം എന്ന് ചോദിക്കുകയാണ് കിരൺ. അപ്പോൾ ആ സമയത്ത് മോൻ വെച്ച മോനും കൂടി അവകാശപ്പെട്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്, പക്ഷേ എനിക്ക് മാത്രമല്ല അവകാശം, സോണിക്കും കൂടി അവകാശം ഉള്ളതല്ലേ എന്ന് പറയാണ്. എന്താണ് മോൻ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അയാളോട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും അയാൾ അമ്മയെ ഉടനെ തന്നെ കാണാൻ വരും. അപ്പോൾ കാര്യങ്ങളെല്ലാം അയാൾ തന്നെ പറയും. പിന്നെ അയാൾക്ക് നല്ല 4 കിട്ടിയിട്ടുണ്ട്, അതൊക്കെ കാണിച്ചിട്ടായിരിക്കും അമ്മയെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും അമ്മ ഇത് ഒരിക്കലും വിശ്വസിക്കുന്ന രീതിയിൽ അമ്മ നിൽക്കരുത്, ഇതൊക്കെ ഒരിക്കലും സാധിക്കില്ല, അങ്ങനെയുള്ള രീതിയിൽ തന്നെയാകണം അയാൾ പറയുന്നത് നുണയാണെന്നുള്ള രീതിയിൽ തന്നെയായിരിക്കണം അമ്മ പ്രതികരിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കിരൺ. അതൊക്കെ ഞാൻ ഏറ്റുമോനെ എന്ന് പറയാണ്. അങ്ങനെ ആ പണം എടുത്തിട്ട് രൂപയ്ക്ക് കൊടുക്കുന്ന സമയത്ത് വേണ്ട മോൻ വെച്ചോ എന്ന് പറയണം. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമില്ല അമ്മ എന്തായാലും സോണിക്ക് ഇത് കൊടുത്തു എന്ന് പറയണം. അപ്പോൾ സോണി മോള് പറയുന്നത് കിരണേട്ടനും കല്യാണിക്കും കൊടുക്കണമെന്നാണ്, അവർ ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നതെന്ന് പറയുമ്പം അതൊന്നും സാരില്ല അമ്മയുടെ കാറിൽ തന്നെ ഈ പെട്ടി ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കിരൺ ആ പെട്ടി എടുത്ത് രൂപയുടെ കാറിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ രൂപ പറയുന്നുണ്ട്, എന്തായാലും അവനെ ആ മനോഹറിനെ സരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം ഒഴിവാക്കാനാണ് ഇയാൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അവൻ്റെ ഉദ്ദേശം. ആദ്യം കുഞ്ഞിനെ ഒഴിവാക്കാൻ നോക്കി, ഇപ്പം മനോഹറിനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. എന്തായാലും ഒന്നും നടക്കില്ല, അങ്ങനെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, അതുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മ എന്തായാലും പോവാൻ നോക്കിക്കോ, ഇനിയിപ്പോൾ ആരെങ്കിലും വല്ലതും കാണും നമ്മളിങ്ങനെ നിൽക്കണമെങ്ങാനെന്ന് പറയുമ്പോൾ അങ്ങനെ അവരവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കിരണിനോട് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, സരയുവിനെ കല്യാണം നിന്നെ കൊണ്ട് കഴിപ്പിക്കാനാണ് അയാളുടെ ഉദ്ദേശം, അതുകൊണ്ട് കല്യാണിയെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപകടപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ അപകടപ്പെടുത്താൻ പറ്റില്ല, ഇതിനു മുൻപും ശ്രമിച്ചിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ അമ്മയെന്നിങ്ങനെ കിരൺ രൂപയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അവർ രൂപ അവിടെ നിന്നും പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ്, നമ്മുടെ മനോഹറിനെയും കൂട്ടുകാരനെയുമാണ്. അവരങ്ങനെ ഒരു ഭാഗത്ത് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, അയാളെ കാണുന്നില്ലല്ലോടാ എന്ന് പറയുമ്പോൾ അയാൾ വരും, എന്തായാലും പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു എന്ന് പറയാണ്.
അങ്ങനെ ഇടാ ദേ വരുന്നടാ അയാൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ കാർ അവിടേക്ക് വരികയാണ്. ഇടാ നീ ഒരു 50 ലക്ഷമെങ്കിലും എനിക്ക് താടാ 2 കോടിയിൽ നിന്നെന്ന് പറയുമ്പോൾ ഇതൊന്നും മിണ്ടാതിരുന്ന ആദ്യം പണം കയ്യിൽ കിട്ടട്ടെ എന്നിങ്ങനെ മനോഹർ പറയാണ്. അങ്ങനെ രാഹുൽ വളരെ തളർച്ചയോട് ഒരു രീതിയിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കയ്യിൽ പെട്ടിയൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ അയാളെ കയ്യിൽ പെട്ടിയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പെട്ടി കാറിലായിരിക്കോടാ എന്ന് മനോഹർ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാഹുൽ അരികിലേക്ക് വരുമ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട്, എവിടെ പണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എവിടെയുടെ പണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഓടി വന്ന് മനോഹറിൻ്റെ ആ ഷർട്ടിനെ കുത്തനെ പിടിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത്. ഡാ നീ എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്ന കേട്ടില്ലേ എന്നും പറഞ്ഞങ്ങനെ അവനെ തല്ലാനൊക്കെ കൈ ഓങ്ങുകയാണ്. അപ്പം ആ സമയത്ത് വിട് സാറേ എന്ന് മറ്റേ കൂട്ടുകാരൻ പറയുന്നുണ്ട്. ഇവൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എനിക്ക് 2 കോടി രൂപ തന്നതാണ്. ആ പൈസയും കൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് ആരൊക്കെയോ ചേർന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആ പണം കൊണ്ടുപോയി. എൻ്റെ മുഖമൊക്കെ നോക്കിയേ, എൻ്റെ മുഖത്തൊക്കെ അടിച്ച പാടുകൾ കണ്ടില്ല, എന്നെയൊക്കെ ഉപദ്രവിച്ചിട്ടാണ് അവർ പോയത്. നിനക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഈ പണമായിട്ട് വരുന്ന കാര്യം നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നീ അറിയാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മനോഹറിനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പം മനോഹർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാന്താണ് മനുഷ്യ, എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ പുറകിൽ ഞാൻ എന്തിനാ കളിക്കേണ്ട ആവശ്യം, നിങ്ങളെ ഇതൊക്കെ അടവുകളാണ്, നിങ്ങൾക്ക് 2 കോടി കിട്ടിയപ്പോൾ നിങ്ങൾ അത് മുഴുവൻ സ്വന്തമാക്കാൻ നോക്കിയല്ലേ, എന്നിട്ട് എന്നെ പറ്റിക്കാൻ നിൽക്കുകയാണില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരിക്കലുമല്ല, നിനക്ക് 2 കോടിയല്ല 20 കോടി തന്നിട്ടായാലും എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നെ അടർത്തി മാറ്റാനാണ് ഞാൻ നോക്കുകയുള്ളൂ, ഒരിക്കലും ഇങ്ങനെ ഒരു കളി ഞാൻ കളിക്കില്ല എന്ന് രാഹുൽ മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇത്രയെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോകണമെങ്കിൽ എനിക്ക് 2 കോടി തന്നാൽ പോരെ, ഇനി ഒരു മിനിമം ഒരു 5 കോടിയെങ്കിലും എനിക്ക് കിട്ടിയിരിക്കണം, എങ്കിൽ ഞാൻ പോകുള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ രാഹുലിനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ അവിടെ നിന്നും മനോഹറും കൂട്ടുകാരനും കാറിലങ്ങനെ കയറിയിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ അയാൾ പറഞ്ഞത് വല്ലതും സത്യം ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ സത്യം തന്നെ ആയിരിക്കോടാ, കാരണം അയാൾക്ക് എന്നെ എത്രയും വേഗം അവളുടെ സരയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് അയാളുടെ ആഗ്രഹം. പിന്നെ അയാൾ ഏറ്റവും കൂടുതൽ ആരൊക്കെ എന്തൊക്കെ ചതി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയാളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനൊരു ചതി ചെയ്യാൻ സാധ്യതയില്ല, എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. രാഹുലാണെങ്കിൽ ആകെ തളർന്ന് ഒരു വിധത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അവിടെ കിരൺ നേരെ കല്യാണിക്ക് അരികിലേക്ക് വരികയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്തായി കിരണേട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നടന്നതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കല്യാണിക്ക് സന്തോഷമാവാണ്. അപ്പോൾ പറയുന്നുണ്ട്, എത്രയും വേഗം മനോഹറിനെ സരയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അവളെ വേറെ കല്യാണം കഴിപ്പിക്കാനാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തിടെയായിട്ട് കുഞ്ഞിനെ അവൻ മുകളിൽ നിന്ന് താരാട്ട് പാടുന്നതും കൊഞ്ചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കിരണേട്ട എന്ന് നമ്മുടെ കല്യാണി പറഞ്ഞ സമയത്ത് അവന് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് കുഞ്ഞിനോട് എന്നൊക്കെ പറയാണ്. അത് ചിലപ്പോൾ തോന്നിക്കാണും എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ നന്നാവുകയാണെങ്കിൽ നല്ലതല്ലേ കിരണേട്ട എന്ന് കല്യാണി ചോദിക്കുമ്പോൾ ഒരിക്കലും നല്ലതല്ല കല്യാണി, അതെങ്ങനെയാണ്, കാരണം അവൻ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അവൻ ഒരിക്കലും നന്നാവില്ല, പിന്നെ തന്നെയല്ല അഥവാ നന്നാവണം അവൻ്റെ അവസാന സമയത്ത് ഓരോ കുറ്റവാളിയും നന്നാവണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കിരൺ അകത്തേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് ഈ സരയു ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കിയിട്ട് പോടി എന്നൊക്കെ കല്യാണിയോട് പറയുമ്പോൾ ഇവൾക്ക് ഭ്രാന്തായോ എന്ന് കല്യാണി ചോദിക്കുന്നത്, നീ അകത്ത് കയറി പോടി എന്ന് കല്യാണി തിരിച്ച് പറയുകയും അപ്പം ഇങ്ങനെ കഴുത്തിൽ ഞെക്കുന്ന പോലെ 2 കൈ കൊണ്ട് ഇങ്ങനെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് സരയും. അപ്പോൾ കല്യാണി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൾക്ക് ഇതല്ല ഇതിനപ്പുറം കിട്ടിയാലേ ശരിയാവുള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികേയ അമ്മയുമാണ്. കല്യാണത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, പ്രകാശിൻ്റെ അങ്ങനെ മണിയറ ഒരുക്കിയ കാര്യങ്ങളും അതുപോലെ തന്നെ വിക്രാണെങ്കിൽ പൂമാല മേടിക്കാൻ വേണ്ടി പൂക്കടയിൽ പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും വേഗം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ രജിസ്റ്റർ ഓഫീസിലല്ല ഇനി കല്യാണം വെച്ചിട്ടുള്ളത്, ഒരു ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, ആൾക്കാർക്ക് ഇത്തിരി അധികം കൂടെ അവിടെ വെച്ചിട്ട് അവൻ നാണം കെടണം എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പേരിൽ ഇനി കല്യാണിക്കും കിരണിന് എന്തെങ്കിലും അപകടം സംഭവിക്കും എന്നൊക്കെ അവരിങ്ങനെ പേടിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇത് എത്രയും വേഗം അവസാനിപ്പിച്ച് കിരണിനോടും കല്യാണിയോടും നമ്മുടെ വിഷമങ്ങൾ എന്തായാലും പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് നമ്മുടെ വിക്രവും അതുപോലെ ബാലണ്ണനും കൂടി വരുന്നത്. ബാലണ്ണൻ കാർ ഓടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ വിക്രം ഇവരിയ്ക്കുന്ന അതായത് കാർത്തികയും അമ്മയും ഇരിക്കുന്ന അതേ ഹോട്ടലിലേക്ക് തന്നെയാണ് അവർ വരുന്നത്, റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ആ സമയത്ത് ബാലണ്ണൻ വിക്രം പറയുന്നുണ്ട്, ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാം, എന്നിട്ട് പൂമാലൊക്കെ വാങ്ങിയാൽ മതി എന്നും പറഞ്ഞങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ബാലണ്ണനും കൂടെ ഇറങ്ങണ കാണുമ്പോൾ
വിക്രം ചോദിക്കുകയാണ് നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഭക്ഷണം കഴിക്കണം, അത് ഞാൻ കഴിക്കും, നിങ്ങൾ എന്തിനാ കഴിക്കുന്നത്? നിങ്ങൾ ഒരു തൊഴിലാളിയാണ്, ഇത് ഞാൻ മുതലാളിയാണ്, ഞാനൊരു MD ആണ് കമ്പനിയുടെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എടാ ബാല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ നിന്നേക്കാൾ എത്ര വയസ്സിന് മൂത്തതാണെന്ന് അറിയാം, അതിനെന്താ വേണ്ടത്, നിന്നെ സാറിന് വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ സാറിനൊന്നും വിളിക്കണ്ട എന്ന് ബാലണ്ണൻ പറയുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം, നിങ്ങളും ഞാനും തമ്മിൽ വലിയ അന്തരം തന്നെയുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി മുതൽ എന്നെ സാറേ എന്ന് വിളിക്കണം എന്ന് ബാലനോട് പറയുകയാണ് വിക്രം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇതിനു മുൻപും ഞാൻ പ്രകാശനായിട്ട് വന്നിട്ട് ഞാനും പ്രകാശൻ ഒന്നിച്ചാണ് ഭക്ഷണം കഴിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലൻ. അപ്പോൾ ആ സമയത്ത് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഭക്ഷണം കഴിക്കരുത്, അച്ഛനോട് എത്ര പറഞ്ഞാലും അച്ഛന് മനസ്സിലാവില്ല എന്നിങ്ങനെയൊക്കെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലൻ പറയണം, അതല്ല മോനെ, നിന്റെ അച്ഛനും ഇതിന് മുൻപ് എൻ്റെ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായിരുന്നു, അതൊന്നും നീ മറക്കണ്ട, നിന്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു എന്ന് പറയുമ്പോൾ അത് വിചാരിച്ചിട്ട് നന്നാവണ സമയത്ത് അതൊക്കെ ആലോചിച്ചിരിക്കും എല്ലാവരും, അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കാൻ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിക്രം ഭയങ്കര അഹങ്കാര സംസാരങ്ങളൊക്കെ സംസാരിക്കുകയാണ് ബാലനോട്. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തന്നെ ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ബാലൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇവൻ്റെ അച്ഛനൊന്നും ഒരിക്കലും നന്നാവില്ല, അവൻ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വയം അങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കാർത്തിക വിക്രത്തിനെ കാണുകയാണ്. വിക്രം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാർത്തിക നമ്മുടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അമ്മേ ദേ വിക്രം എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് വിക്രത്തിനൊരു ഫോൺ വന്ന് ഫോൺ അങ്ങനെ ഓഫ് ചെയ്ത് അങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ വെച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല, നമ്മുടെ വിക്രം ആണെങ്കിൽ കാർത്തികയും അമ്മയെയും കണ്ടിട്ടില്ല. പക്ഷെ കാർത്തിക വിക്രത്തിനെ കണ്ട് അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.